കൊല്ലം കോർപ്പറേഷനിൽ സീറ്റ് ചർച്ച പൂർത്തിയാക്കാനാകാതെ LDF 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിറകോട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് നിലപാട്. കൊച്ചി കോർപ്പറേഷനിൽ 70 സീറ്റുകളിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചെങ്കിലും കൊല്ലം കോർപ്പറേഷനിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. കേരള കോൺഗ്രസ് ഉടക്കിയതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത്. 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. കഴിഞ്ഞ തവണ മത്സരിച്ച പോർട്ട് ഡിവിഷൻ കിട്ടിയേ തീരൂ എന്നാണ് ആവശ്യം. പോർട്ട് സീറ്റ് CPIക്ക് നൽകാനുള്ള തീരുമാനത്തിലാണ് പ്രതിഷേധം. LDF ഐക്യത്തോടെ തെരഞ്ഞെടുപ്പ് നേരിടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിലെ 70 സീറ്റുകളിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 6 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. അതൊന്ന് പൂണിത്തുറയാണ്, മറ്റൊന്ന് മട്ടാഞ്ചേരിയും ഗിരിനഗറുമാണ്. കടവന്ത്രയും പെരുമാനൂരും പനമ്പള്ളി നഗറും ഈ പറഞ്ഞ 6 എണ്ണം ഒഴികെയുള്ള ബാക്കി 70 ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത്. തർക്കങ്ങൾ പരിഹരിച്ച് 2 ദിവസത്തിനകം പൂർണ്ണമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതാക്കൾ. മീഡിയ 1 തിരുവനന്തപുരം.